So, so at the end of the day, it's only about awareness, ബോധവൽക്കരണം and actionable measures. Okay. ബോധവൽക്കരണം മാത്രം പോരാ. ഇപ്പം ഞാൻ പറയാം, പിന്നെ നമുക്ക് ഈ രോഗം വരുന്ന വഴികളെ തടയാം. ഇപ്പം നമുക്ക് സ്ക്രീനിങ് ഇതിന് വളരെ ഫൗണ്ടേഷൻ അവിടെയാണ്. കാരണം ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ ഇവൻ്റെ രോഗം മനസ്സിലാക്കാൻ പറ്റൂ. ഇവൻ്റെ ഹെൽത്ത് യഥാർത്ഥ സ്റ്റാറ്റസ് എന്തോ അതിലറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള സ്ക്രീനിങ് നമുക്ക് നടത്തണം. ആ സ്ക്രീനിങ് അവിടെയാണ് നിങ്ങളുടെ ലാബുകളുടെ ഏറ്റവും വലിയ സാന്നിധ്യവും അതിൻ്റെ സഹകരണവും നിങ്ങളുടെ സപ്പോർട്ടും ഏറ്റവും അധികം വേണ്ടത് അവിടെയാണ്. നമ്മളിപ്പോൾ മൈക്രോ ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഇപ്പം നമ്മുടെ CSR ആയിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഖത്തറിൽ പറയുവാണെങ്കിൽ നമ്മൾ ലോ ഇൻകം ഏർണിംഗ് അല്ലെങ്കിൽ എക്സ്പെർട്ടേറ്റ്സിനെ മാത്രമാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി നമ്മളൊരു മാസം മൊത്തം ഈ ക്യാമ്പയിനാണ് കണ്ടത്. അതായത് യെസ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ അതിൻ്റെ ഒരു എത്ര പറയുന്നത് 10 പോലും ചാർജ് ചെയ്യാണ്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ. അതെ അതെ, അല്ല മുഴുവൻ ഫ്രീ ആയി കഴിഞ്ഞാലും ആളുകൾക്ക് അതൊരു പറഞ്ഞു. റിപ്പോർട്ട്സ് വളരെ അലാമിംഗ് ആണ്. കാരണം കുറെ പേര് അറിയുന്നില്ല അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് they are carrying along so many diseases within them എന്നുള്ളത്. അപ്പം സാറ് പറഞ്ഞ പോലെ സ്ക്രീനിങ് ആണ് ഫൗണ്ടേഷൻ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തുടങ്ങേണ്ടത്. ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ഒരു മലയാളി ഇവിടെ വന്ന് ഇത്ര വിപുലമായി, എനിക്ക് തോന്നുന്നു ഖത്തറിൽ തന്നെ ഇത്ര വിപുലമായ ഒരു പ്രൈവറ്റ് കൺസേൺ അല്ലേ? ഖത്തറിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ലാബ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഇൻ ഖത്തർ. അവിടെ ഇത്രയധികം സൗകര്യം, ജീനോം ടെസ്റ്റ് അടക്കം അല്ലേ, എല്ലാ ടെസ്റ്റുകളും ഇൻ ഹൗസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം. എന്തായാലും നിങ്ങളുടെ ഈ CSR ഫണ്ടൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ കാര്യം, കാരണം സ്ക്രീനിങ് ആണ് പലപ്പോഴും നടക്കാത്തത്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ശൈലി ഉപയോഗിച്ച് ശൈലി പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ കയറിയുള്ള ഈ പറഞ്ഞ സർവേ നടക്കുന്നുണ്ട്. BMI ഒക്കെ എടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ക്രീനിങ് നടത്താം. ആ സ്ക്രീനിങ് നടത്തുമ്പോഴാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് വേണ്ടത്. തീർച്ചയായിട്ടും സ്ക്രീനിങ്ങിന് വേണ്ടത്ര ആളുകൾ തയ്യാറാവുന്നില്ല. അപ്പോൾ ഇത് വലിയൊരു ക്യാമ്പയിനായിട്ട് നടത്തുവാണെങ്കിൽ നമുക്ക് ഈ സ്ക്രീനിങ്ങിലൂടെ ഞാൻ പറയുന്നത് ഇതിനൊരു 2-3 ആക്കി തിരിക്കുക. ഞങ്ങൾ പണ്ട് നഗരസഭയിൽ ഇത് നടത്തിയിരുന്നു. രോഗം വരാൻ സാധ്യതയുള്ള ബ്രിമ്മിൽ നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ അതേപോലെ തന്നെ രോഗം ഉള്ള ആളുകൾ, രോഗമില്ലാത്ത ആളുകൾ, 3ആയി തരംതിരിച്ച് ഈ പറയുന്ന രോഗം വരാവുന്ന ആളുകളെ അവർക്ക് കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ ഒന്നുകൂടി ഡീറ്റെയിൽ സ്ക്രീനിങ് നടത്തുക, അതിനുള്ള ചികിത്സ ആരംഭിക്കുക, അതിനുള്ള എക്സസൈസ് ആരംഭിക്കുക, അവരുടെ ഭക്ഷണ രീതികൾ, അതേപോലെ തന്നെ രോഗം ഇല്ലാത്ത ആളുകൾ. ഇനി രോഗം വന്ന ആളുകളെ ചികിത്സിക്കാൻ അവർക്ക് എന്ത് സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു സമഗ്രമായൊരു ഹെൽത്ത് പ്ലാൻ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് എൻ്റെ വലിയ ആഗ്രഹം, എൻ്റെ നിലമ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലെങ്കിലും. ഞങ്ങളുടെ ആശംസകൾ സാർ. അതിന് വേണ്ടിയിട്ട് എന്ത് സപ്പോർട്ടിന് നമ്മൾ സാറിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതിന് നിങ്ങളുടെ ഒരു വലിയ പിന്തുണയും സപ്പോർട്ടും തീർച്ചയായിട്ടും ഓക്കെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. സാർ, നമ്മൾ ഹെൽത്തിനെ കുറിച്ച് സാർ വാചാലനായി, സാർ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള പ്ലാൻസിനെ കുറിച്ച് സാർ പറഞ്ഞു. നമുക്ക് സാറിൻ്റെ ജ്യോതിർഗമയ പ്രൊജക്റ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. സാർ അതിനെക്കുറിച്ചൊന്ന് പറയും. ജ്യോതിർഗമയ എന്ന് പറയുന്നത്, ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പം എൻ്റെ അടുത്തൊരു പ്രായമായിട്ടുള്ള സ്ത്രീ വരുവാണ്. ആ സ്ത്രീ വന്ന് ആമിന എന്നാണ് സ്ത്രീയുടെ പേര്. അപ്പോൾ അവരിങ്ങനെ എനിക്ക് പെൻഷൻ വേണം, പെൻഷൻ കിട്ടിയിട്ടില്ല, എനിക്ക് ആൺമകനില്ല, എൻ്റെ കുട്ടികളാരും എന്നെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ തരാം. അപ്പോൾ ഞാൻ ഈ പെൻഷൻ്റെ ഇത് ഡീൽ ചെയ്യുന്ന കൺസേൺഡ് ക്ലർക്കിനെ വിളിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ക്ലർക്ക് പറഞ്ഞ കുറേ രേഖകൾ എഴുതി കൊടുത്ത്, ഈ രേഖകളൊക്കെ വേണം, ഫോം. അത് കഴിഞ്ഞ് പിന്നെ ഇവർ നിങ്ങളിതും കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രേഖകളൊക്കെ എഴുതി കൊടുത്തു. ഈ രേഖകൾ എഴുതി കൊടുത്തപ്പോൾ, പേപ്പറിൽ എഴുതി കൊടുത്തു, ഇതുവരെ തല തിരിച്ചാണ് പിടിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വായിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പേരെഴുതാൻ അറിയോ? ഇല്ല, എനിക്ക് പേരെഴുതാൻ അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഒപ്പ് വെക്കുന്നത്? ആരെങ്കിലും പേരെഴുതി തരും, ഞാൻ തമ്പ് വയ്ക്കും. ഇതാണ് ചെയ്യും. അപ്പോൾ ഞാനാലോചിച്ചു, ഞാൻ ഈ അക്ഷരങ്ങൾ അറിയാത്ത ഒരു മനുഷ്യരോട് നമുക്ക് അതിനിടയിൽ നമ്മൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഏറ്റവും ആത്യന്തികമായി
ഇവർക്ക് അറിയുവാനുള്ള ഒരു അവകാശം അവർക്കുണ്ടല്ലോ, അതവർക്ക് നേടിക്കൊടുക്കലാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല, അങ്ങനെ തള്ളവരിൽ വെച്ച് ഒപ്പിട്ട് കൊടുക്കലാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിതിനെക്കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ ഞങ്ങൾ 65 വയസ്സിന് താഴെയുള്ള എത്ര പേർക്ക് അക്ഷരമറിയാത്തവരുണ്ട്. കുറച്ച് പേർക്ക് അക്ഷരം അറിയും. അവർക്ക് എങ്ങനെ 4ാം ക്ലാസ് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും, പ്രാഥമിക വിദ്യാഭ്യാസം. ഞങ്ങൾ സമഗ്രമായൊരു സർവേ നടത്തി, ഡീറ്റെയിൽഡ് സർവേ. ആ സർവേ നടത്തി നോക്കുമ്പോൾ 1600 പേർക്ക് 4ാം ക്ലാസ് വിദ്യാഭ്യാസവും ഇല്ല, പ്രാഥമിക വിദ്യാഭ്യാസവും ഇല്ല. അപ്പോൾ അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കി. ഈ 1600 ആളുകൾ എന്ന് പറയുമ്പോൾ അതിൽ 600 പേർക്ക് പൂർണ്ണമായും ഇല്ലിറ്ററേറ്റ്, നിരക്ഷരരാണ്, അവർക്ക് എഴുതാനേ അറിയില്ല. അപ്പോൾ അവരാദ്യം എഴുത്തും വായനയും പഠിപ്പിക്കണം, എന്നിട്ട് വേണം 4ാം ക്ലാസ് കൊടുക്കാൻ. വലിയൊരു ടാസ്ക്കാണ്. ആ പദ്ധതി ആരംഭിച്ചു, പഠനകേന്ദ്രങ്ങളുണ്ടാക്കി. ഒരു പഠനകേന്ദ്രത്തിൽ 10 പേരെ പാടൂ, കാരണം ഇവരുടെ കൈയൊന്നും ശരിക്കും വഴങ്ങില്ല. അപ്പോൾ അവരെ കൊണ്ട് ഇങ്ങനെ റാ എഴുതി, രായാക്കി, തായാക്കി, അങ്ങനെയൊക്കെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കാര്യമായിട്ട് 160 പഠനകേന്ദ്രങ്ങൾ. ഒരു പഠനകേന്ദ്രത്തിൽ 3 ഫെസിലിറ്റേറ്റർമാർ, അപ്പം 480 ഫെസിലിറ്റേറ്റേഴ്സ്. വലിയ പരിപാടിയാണ്. അപ്പം ഫെസിലിറ്റേറ്റർമാർക്കൊന്നും കാശ് കൊടുക്കാനൊന്നും ഞങ്ങളെടുത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ അനൗൺസ് ചെയ്തു, ഇങ്ങനെ SSLC പാസ്സായവർ, ഇങ്ങനെ ഇവരെ പഠിപ്പിക്കാൻ തയ്യാറുള്ളവർ, 1 ഇയറായിട്ട് പഠിപ്പിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ വരണം എന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് സ്ത്രീകൾ വന്നു, ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് വന്നത്. അതിനകത്തൊരു 90% പെൺകുട്ടികളാണ്. അവർ വന്ന് കല്യാണം ചെയ്തവർ, കുറേ ഡൈവോഴ്സീസ് അല്ലാത്തവർ ഒക്കെ വന്നു. അവരൊക്കെ ഇവരെ കൈപിടിച്ചുകൊണ്ട് അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തു. അതിന് നമ്മൾ മോഡ്യൂളും ട്രെയിനിങ്ങും കരിക്കുലവും ഒക്കെ ഉണ്ടാക്കി, അതിന് പാഠപുസ്തകം ഉണ്ടാക്കി. അങ്ങനെ അവർക്ക് നിരന്തരമായി പരിശീലനം കൊടുത്ത് അവരെ വെച്ച് നമ്മളിത് ചെയ്യിച്ചു. അങ്ങനെ 4ാം ക്ലാസ് പാസ്സായി എന്ന് മാത്രമല്ല, 4ാം ക്ലാസ് പാസ്സായപ്പോൾ പിന്നെ പലർക്കും എന്ത് വേണം, വീണ്ടും പഠിക്കണം, 7ാം ക്ലാസ് പഠിക്കണം, ചിലർക്ക് SSLC പഠിക്കണം. അങ്ങനെ പലരും SSLC വരെ എത്തി പല ആളുകൾ. അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കുറേ പറയണം. ഈ 1600 ആളുകൾ എന്തുകൊണ്ട് അക്ഷരം പഠിച്ചില്ല, എന്തുകൊണ്ട് 4ാം ക്ലാസ് പഠിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിന് 1600 സ്റ്റോറീസ് ഉണ്ട്. വ്യത്യസ്തമായ ജീവിത പരിസരമാണ് അത്. 1600 കഥകളാണ് വ്യത്യസ്തമായി. വേണമെങ്കിൽ അത്രയും സിനിമകൾ എടുക്കാനുള്ള കഥകൾ വാസ്തവത്തിലുണ്ട് എന്നതായത്. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന കഥകൾ എഴുതുന്ന സാറുണ്ട്. അതെ അതെ അതെ. എന്തായാലും അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി എല്ലാവരും 4ാം ക്ലാസ്, 65 വയസ്സിന് താഴെയുള്ള മുഴുവൻ ആളുകളും 4ാം ക്ലാസ് പാസ്സായ ഒരു ഫസ്റ്റ് വില്ലേജ് ഇൻ ഇന്ത്യയായി മാറാൻ സാധിച്ചു. സർ, ഇത്രത്തോളം പ്രൊജക്റ്റുകൾ പറയുമ്പം ഇങ്ങനെ സമീക്ഷ, ജ്യോതിർഗമയ, എക്കോ ടൂറിസം, ഡയാലിസിസ്, അങ്ങനെ പല പല പ്രൊജക്റ്റുകൾ. സോ അറ്റ് ദിസ് ജംഗ്ഷൻ ഇപ്പം സർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് തുടങ്ങി, പഞ്ചായത്ത് പ്രസിഡന്റ്, അതിന് ശേഷം മുനിസിപ്പൽ, പിന്നെ ഇപ്പം MLA ആയിട്ടിരിക്കും. ഇപ്പം വാട്ട് യു ഫീൽ? സാറിന് എന്താണ് തോന്നുന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അതോടൊപ്പം തന്നെ നെക്സ്റ്റ് കമ്മിങ് ഇയേഴ്സിലേക്ക്, നെക്സ്റ്റ് ഒരു 10 വർഷത്തേക്ക് സാറിൻ്റെ വിഷൻ എന്താണ്? അല്ല, എനിക്ക് തോന്നിയത് ഏതൊരു സാമൂഹ്യ പ്രവർത്തകനും ആദ്യം ഒരു പഞ്ചായത്ത് മെമ്പർ ആവുന്നത് നല്ലൊരു സ്കൂളായിരുന്നു വാസ്തവത്തിൽ. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയുകയും അവരായിട്ട് ഡീൽ ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ് വാസ്തവത്തിൽ. നേരെ മറിച്ച് നേരിട്ടൊരു MLA ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ ഇത് ഇത്രമാത്രം, കാരണം ജനങ്ങൾ, നമ്മൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിനും മുനിസിപ്പൽ ചെയർമാനൊക്കെ ഉള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ, നാടിനാവശ്യമായ പദ്ധതികൾ നമ്മൾ തന്നെ ആ പദ്ധതികൾ ഉണ്ടാക്കുകയും രൂപീകരിക്കുകയും അതിന് റിസോഴ്സസ് നമ്മൾ കണ്ടെത്തുകയും നമ്മൾ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുക. ആ ഒരു ഫ്രീഡം MLAക്കും MP ക്കും ഇല്ല വാസ്തവത്തിൽ. മാത്രമല്ല, എന്തായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് സമഗ്രമായൊരു കോംപ്രിഹെൻസീവ് പ്ലാൻ വാസ്തവത്തിൽ നമുക്ക് ഇല്ലാതെ പോകുന്നു എന്നതാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ പഞ്ചായത്ത് തലത്തിൽ അവിടെ പറയുന്ന ആവശ്യങ്ങളൊന്നും പലപ്പോഴും ഈ പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തുന്നില്ല. ഒരു ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പഞ്ചായത്തിലോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലോ ജില്ലയിലോ
അവിടെ അവതരിപ്പിച്ച വികസന സെമിനാറിൽ അവതരിപ്പിച്ച് നടക്കാൻ ഫണ്ടില്ലാത്തത് കൊണ്ട് നടക്കാതെ പോകുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് പ്ലാനിൽ എത്താവുന്ന യാതൊരു മാർഗവും ഇപ്പോൾ ഇല്ല. ഇല്ല. അപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് പ്ലാൻ ഉണ്ടാവണമെങ്കിൽ ഇതിനൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു പിന്നെ ആനുവൽ പ്ലാൻ ഉണ്ടാവണമെന്ന്. മാത്രമല്ല താഴെ തട്ടിലേക്ക് കൂടുതൽ കാശ്, ഇപ്പോൾ 27-26% താഴെ തട്ടിലേക്ക് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്ക് കൊടുക്കുക. അത് വർദ്ധിപ്പിക്കണം. അപ്പോഴാണ് കുറച്ചും കൂടി ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് തന്നെ ലോക്കലായിട്ട് ചെയ്യാൻ സാധിക്കും. അത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കുകയും സംയോജിതമായി ഒരു കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി പ്ലാൻ ഉണ്ടാക്കുകയും വേണം. അപ്പോഴാണ് കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാമെന്ന് എനിക്ക് തോന്നുന്നു. സർ, ഇനി ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. സാറിന് ബാപ്പുട്ടീനെ സ്നേഹത്തോടെ ആളുകൾ വിളിക്കുന്ന സാറിന് എങ്ങനെ അറിയപ്പെടുന്നതാണ്? ഫാദറിൻ്റെ ലെഗസിയോടെ അറിയപ്പെടുന്നതാണോ, ഓർ ആസ് എൻ ഇൻഡിവിജ്വൽ വിത്ത് യുവർ അച്ചീവ്മെൻറ്റ്സ് അറിയപ്പെടുന്നതാണോ? വാട്ട് മേക്സ് യു മോർ പ്രൗഡ്? ഇല്ല, ഞാൻ ഫാദറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, കാരണം ഞാനൊരു തികഞ്ഞ മതേതരവാദിയായിരിക്കണം, സെക്യുലർ ആയിരിക്കണം എന്ന് എൻ്റെ ഫാദറിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ 6th പഠിക്കുമ്പോഴേ എനിക്ക് സെക്യുലർ ലീഡേഴ്സിൻ്റെ പുസ്തകങ്ങൾ എന്നെ കൂടെ നിർബന്ധിച്ച് വായിപ്പിച്ചു എൻ്റെ പിതാവ്. സ്വാഭാവികം എനിക്കൊരു റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കിയത് എൻ്റെ പിതാവാണ്. പുള്ളി SSLC എഡ്യൂക്കേഷനുള്ളായിരുന്നു, പക്ഷെ പുള്ളി ഭയങ്കരമായിട്ട് ഒരു സെൽഫ് മെയ്ഡ് വ്യക്തിയാണ് അദ്ദേഹം. ഭയങ്കരമായിട്ട് വായിക്കും, പഠിക്കും, എഴുതും, പുള്ളി അത് കുറിച്ച് വയ്ക്കും, എന്നിട്ട് വീണ്ടും ഓർമ്മിക്കുക, വീണ്ടും എടുത്ത് വായിക്കും. പുള്ളി പിന്നെ ലേബർ കോഡുകളാണെങ്കിലും ലീഗലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ, ലെജിസ്ലേച്ചറിലെ നിയമങ്ങളാണെങ്കിലും ഒരു നല്ല അഡ്വക്കേറ്റിനേക്കാളും പുള്ളി ഓരോന്നും ഏത് ഉറക്കത്തിലും എണീച്ച സെക്ഷൻസ് വിളിച്ചു അത്രമാത്രം ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യും. ആ പുള്ളിക്ക് ഞാനും അതേപോലെ ചെയ്യണമെന്ന് എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്നോട് പറയാറുള്ള പ്രധാനമായിട്ടും, നീ എന്ത് സംസാരിക്കുകയാണെങ്കിലും അത് പഠിച്ചുകൊണ്ട് റെഫർ ചെയ്തിട്ട് സംസാരിക്കണം. വെറുതെ പോയി ചുമ്മാ വാചകം അടിക്കരുത്. അത് ആളുകൾ നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നീ മറ്റൊരാളുടെ കുറ്റം, മറ്റൊരാളുടെ കുറവ് മൂന്നാമതൊരാളോട് പറയാൻ പോകുമ്പോൾ ആ കേൾക്കുന്ന ആൾ നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും എന്ന് നീ മനസ്സിലാക്കണം. പിന്നെ മൂന്നാമത് അദ്ദേഹം തന്നൊരു ഉപദേശം, നീ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സഹായം കിട്ടിയാൽ നിന്നെ സഹായിക്കുമെന്ന് ഒരിക്കലും നീ പ്രതീക്ഷിക്കരുത്. പക്ഷേ മറ്റൊരാൾ നിന്നെ സഹായിക്കാനുണ്ടാവും. അന്ന് പുള്ളി തരുന്ന 2-3 കാര്യങ്ങളാണ്. പിന്നെ തിരഞ്ഞെടുപ്പുകൾ, ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും ഞാൻ അതാ കീപ്പ് ചെയ്ത്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, തിരഞ്ഞെടുപ്പിലൊന്നും എതിർ സ്ഥാനാർത്ഥിയെ ഒരിക്കലും പേഴ്സണലായിട്ട് നമ്മൾ ആരെയും അറ്റാക്ക് ചെയ്യരുത്. അവരിങ്ങോട്ട് പറഞ്ഞാലും നമ്മൾ മറുപടി പറയണ്ട. നമ്മൾ അദ്ദേഹത്തോടുള്ള വിരോധം കൊണ്ടല്ലല്ലോ മത്സരിക്കുന്നത്, നമ്മൾ വ്യത്യസ്തമായൊരു ആശയമുള്ളത് കൊണ്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പേഴ്സണലായിട്ട് പറയേണ്ട കാര്യം എന്താണുള്ളത്? പറഞ്ഞാലും നീ അതിന് മറുപടി പറയാൻ പാടില്ല. ആശയത്തിനോടല്ലേ നമുക്ക് വിയോജിപ്പുള്ളത്. അപ്പം അതുകൊണ്ട് അത്തരം ചില കാര്യങ്ങൾ ഞാൻ പരമാവധി എൻ്റെ ഇതിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം സൺ ഓഫ് ആര്യാടൻ മുഹമ്മദ് ഓർ നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് ഏതാണ്? അല്ല, രണ്ടും ഇതിപ്പോൾ നമ്മൾ വേറൊന്നുമില്ല. ഞങ്ങളൊക്കെ വേറെ പ്രശ്നമുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്താലും ഞങ്ങളെ കമ്പയർ ചെയ്യും. എന്നിട്ട് പറയും, പിന്നെ എന്തായാലും മൂപ്പരടുത്തേക്ക് എത്തൂല കേട്ടോ പറയും. അത് കേൾക്കുമ്പം ഒരു ഫീലിംഗ് ആണോ? അതെ, അല്ല, അത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ വിഷമാണ് വരണ്ടേ, പക്ഷെ നമുക്ക് പ്രൗഡാണ്. കാരണം നമ്മുടെ പിതാവിനെ കുറിച്ചല്ലേ പറയുന്നത്. അതെ അതെ, പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അവരൊന്നും ഉണ്ടായ ഒരു കാലമല്ലല്ലോ. അന്ന് വാട്സപ്പില്ല, റീൽസ് ഇല്ല, ഒന്നുമില്ല, മൊബൈൽ ഫോൺ പോലും ഇല്ല. പിന്നെ ആളുകളൊക്കെ നേരിട്ട് റീച്ച് ചെയ്യണം. അതുകൊണ്ട് പേഴ്സണൽ ബന്ധങ്ങൾക്ക് ഭയങ്കരമായ വിലയാണ്. ഇപ്പോൾ നമ്മളെ കാണുന്ന നമ്മളൊരാളൊരു ആവശ്യം വിളിച്ചു പറഞ്ഞിട്ട് ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കട്ടെ, അപ്പോഴേക്കൊന്ന് വിവരം പറയണമെന്ന് നമ്മളോട് പറഞ്ഞു. അവരയാൾ കാണുന്ന പോലും ഇല്ല. മനസ്സിലായോ? അപ്പോൾ ആ രൂപത്തിലുള്ള ബന്ധങ്ങളിൽ ഉള്ള കുറവ് വാസ്തവത്തിലുണ്ട് എന്നതാണ് സത്യം. പേഴ്സണൽ ബന്ധങ്ങൾ.
സർ റൈറ്റർ ഓർ റീഡർ, what do you prefer? സാറിന് ഏതാണ് കുറച്ചുകൂടെ ഇഷ്ടം? ഒരു വായനക്കാരനാണോ എഴുത്തുകാരൻ? അല്ല, അത് ഒന്ന് റൈറ്റർ ആവണമെങ്കിൽ റീഡർ ആവണം, ആണോ? ഓക്കെ, അല്ലാതെ കഴിയില്ല. ഒരു റീഡർക്ക് റൈറ്റർ ആവാൻ പറ്റും. പറ്റുള്ളൂ. ഒന്ന്, നമുക്ക് എഴുതാനുള്ള ഭാഷ നമുക്ക് ലഭിക്കുന്നത് വായനയിലൂടെ മാത്രമേ നമുക്ക് ആ ഭാഷ ലഭിക്കൂ. യാതൊരു സംശയമില്ല. സാറിന്റെ ഫേവറേറ്റ് ബുക്ക്? ഇഷ്ടംപോലെ ഉണ്ട്. പറയുകയാണെങ്കിൽ മലയാളത്തിലാണെങ്കിൽ കുറേ ഉണ്ട്, ഇഷ്ടംപോലെ. MTയുടെ നാലുകെട്ടുണ്ട്, അസുരവിത്തുണ്ട്, പിന്നെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, മുകുന്ദൻ്റെ പുസ്തകമുണ്ട്, ബഷീറിൻ്റെ എല്ലാ പുസ്തകങ്ങളും. ഞാൻ എൻ്റെ ചെറിയ മക്കളെ കൊണ്ടൊക്കെ എല്ലാവരെ കൊണ്ട് വായിപ്പിക്കില്ല ആദ്യം. കാരണം കുറച്ച് ലളിതമാണ്, കുറച്ചും കൂടി അവർക്ക് നർമ്മബോധത്തോടു കൂടിയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ ഇംഗ്ലീഷിലാണെങ്കിലും പിന്നെ ഡ്രാമ, ഷേക്സ്പിയറിൻ്റെ ആണെങ്കിലും, അങ്ങനെ കുറേ കവിതകളാണെങ്കിലും ഷെല്ലിയുടെ കവിതകളാവട്ടെ, അങ്ങനെ കുറേ ഞാൻ കിട്ടുന്നതൊക്കെ വായിക്കും. പിന്നെ അതേസമയം തന്നെ ഞാൻ കുറച്ചും കൂടി ഹിസ്റ്ററി ഫോക്കസ് ചെയ്യും. കാരണം നമുക്ക് നാടിനെക്കുറിച്ചും നാടിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം. ഫിക്ഷൻ നമുക്ക് എപ്പോഴും ഏത് മൂഡിലും വായിക്കാൻ പറ്റും. നേരെ മറിച്ച് നമുക്ക് ഹിസ്റ്ററി നമുക്ക് അങ്ങനെ ഏത് മൂഡിലും വായിക്കാൻ കഴിയില്ല. വളരെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമുക്കതിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുകയും നമുക്കത് വളരെ ആഴത്തിൽ നമുക്ക് സന്നിവേശിപ്പിക്കാനും കൂടി കഴിയണമല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ബുക്കിൻ്റെ അല്ലെങ്കിൽ തിരക്കഥയുടെ പണിപ്പുരയിലാണോ? ഞാനൊരു ഒരു തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പും പൊളിറ്റിക്സും എല്ലാം കൂടി തിരക്കായതുകൊണ്ട് തൽക്കാലം ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നു. ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും we are looking forward to it. Thank you. Thank you, sir. തീർച്ചയായിട്ടും. Okay. We are so proud and so privileged to have you on our seat. ഒരു നല്ലൊരു സ്പീക്കർ, ഒരു സ്റ്റോറി ടെല്ലർ, ഒരു സോഷ്യൽ റിഫോമർ. വാട്ട് മോർ ടു സേ? ഞങ്ങളുടെ എൻ്റെ പേഴ്സണൽ പേരിലും മൈക്രോ ഹെൽത്തിൻ്റെ പേരിലും സാർ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഞാനതേ സമയം തന്നെ ഞാൻ കാരണം ഞാനിങ്ങനെ ആലോചിക്കുക, ഒരു മൈക്രോ ലാബ്, ഒരു ലാബിൽ എന്തിനാ പോഡ്കാസ്റ്റ്? നിങ്ങളുടെ ഭയങ്കര വൈവിധ്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ കണ്ട ആ ഒരു ഫേക്ക് മാരേജ് അൽക്കയുടെ ആശയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലേ, ഫേക്ക് മാരേജ് മാത്രമല്ല, നിങ്ങൾ കാണിക്കുന്ന റിസീവ് ചെയ്യാനൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഒരു ആ ഹോസ്പിറ്റാലിറ്റി, പിന്നെ സ്റ്റോറി ടെല്ലിങ് യഥാർത്ഥത്തിൽ അൽക്കയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഏത് പ്രോഡക്റ്റിനും സ്റ്റോറി ടെല്ലിങ് വേണമല്ലോ. തീർച്ചയായിട്ടും സ്റ്റോറി ടെല്ലിങ്. ഞാൻ ഈ അടുത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായത്, എൻ്റെ ഫോറിൽ നിന്നൊരു ഗസ്റ്റ് വന്നിരുന്നു. ഞാൻ അവർക്കൊരു ഷോള്, നല്ലൊരു ഷോൾ അവർക്ക് കൊടുത്തു. ഭയങ്കര ഇഷ്ടമായി അവർക്ക്. പക്ഷെ അതേ ഷോള് എൻ്റെ മറ്റൊരു ഫ്രണ്ട് ഇതേ ഷോൾ അവർക്ക് കൊടുത്തു. അതവർക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, അതിൽ ഈ ഷോള് നെയ്തെടുക്കുന്നതിൻ്റെ മുഴുവൻ ഹിസ്റ്ററി കാണിച്ചുകൊണ്ടുള്ള ഒരു വലിയ ബോക്സിനകത്താണ് ഷോള്. അതിനകത്ത് പട്ടുനൂൽ പുഴുവുണ്ട്, അതിൽ നിന്ന് എടുക്കുന്നതുണ്ട്, അതിൻ്റെ പ്രോസസ്സ് ഉണ്ട്, അതിൻ്റെ ഫൈനൽ ഇത് സിൽക്കിലേക്ക് എത്തിയതുണ്ട്. സിൽക്ക് വേമ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് മുഴുവൻ പ്രോസസ്സ് കാണിച്ചുകൊണ്ട് ഇവരെന്നിട്ട് വീണ്ടും അത് തുറന്ന് വായിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ സ്റ്റോറി ടെല്ലിങ്. അപ്പോൾ ഏത് പ്രോഡക്റ്റും നമുക്ക് ഇന്ന് ഒരു എനിക്ക് തോന്നിയത് ഇല്ലേ, അതിൽ അൽക്കയാണ് അതിൻ്റെ പ്രധാനം, ഈ ഒരു സ്ഥാപനത്തിൻ്റെ സ്റ്റോറി ടെല്ലർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും പറയാൻ കുറെ നല്ല കഥകളുള്ളതുകൊണ്ടാണ് കഥ പറയാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, കഥ ഉള്ളത് കൊണ്ട് മാത്രം പോരാ, ഹൗ ടു എങ്ങനെ ഇത് പറയുന്നു എന്നുള്ളതും കൂടിയുണ്ട്. അൽക്കൊക്കെ നന്നായിട്ട് പറയാനും പറ്റുന്നുണ്ട്. അപ്പം സാർ, ഞങ്ങൾ വീണ്ടും സാറിനെ സമീപിക്കും. സാറിന്റെ കഥകളും ആശയങ്ങളും സാറിന്റെ പ്രോമിസിങ് ഫ്യൂച്ചർ പ്രോസ്പെക്ട് എന്തൊക്കെയാണോ കേരളത്തിന് വേണ്ടിയിട്ട് സാറിന്റെ പ്ലാനിലുള്ളത്, പുതിയ ഹെൽത്ത് കെയറിലേക്കുള്ള പ്രോജക്ട്സും റെവല്യൂഷണറി പ്ലാൻസും എന്തൊക്കെയാണെന്ന് അറിയാനും സാറിനെ സമീപിക്കും. ഞാനായിരിക്കും നിങ്ങളെ സമീപിക്കുന്നത്. എനിക്ക് ഹെൽത്ത് കെയറിലെ പ്രോജക്റ്റ് അതിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ആശയപരമായിട്ടും അല്ലാതെയൊക്കെ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ മൈക്രോ ഹെൽത്തിന്റെ സ്ലോഗൻ തന്നെ ഫോർ പ്രഷ്യസ് ലൈഫ് എന്നുള്ളതാണ്. ഓ ഗുഡ്. ഫോർ പ്രഷ്യസ് ലൈഫിന് വേണ്ടിയിട്ട് നമ്മുടെ മോട്ടോ അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തിനും. കാരണം ഇത് ഞാൻ കാണുന്നത് വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ, കാരണം ഇന്ന് രോഗങ്ങളെ കണ്ടുപിടിക്കലാണല്ലോ
ഏറ്റവും വലിയ സപ്പോർട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സർ. അതിന് സയൻസ് എത്രമാത്രം ഡെവലപ്പ് ചെയ്തു, ആ ഡെവലപ്മെൻറ്റ് മുഴുവൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെ ലാബിൽ. തീർച്ചയായിട്ടും അത് നിങ്ങളാണ് കണ്ടുപിടിക്കുന്നത് വാസ്തവത്തിൽ. ആ രൂപത്തിലായി മാറിയല്ലോ സ്വാഭാവികമായിട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനാണ്. അതെ, സയന്റിഫിക് പ്ലാനിങ് കമ്മിറ്റി തന്നെയുണ്ട്. സോ അവരുടെ പണി ലൈക്ക് വാട്ട്സ് ന്യൂ അതെ അതെ, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ. വെരി ഗുഡ് വെരി ഗുഡ്. Ponrada sir, on behalf of MicroHealth and on behalf of Can International Holding, താങ്ക് യു സോ മച്ച്. സാറിൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് വേണ്ടി ഇത്ര സമയം സ്പെൻഡ് ചെയ്തതിൽ വളരെ നന്ദി. നമ്മുടെ ഓഡിയൻസിനും വളരെയധികം മോട്ടിവേറ്റിംഗ് ആയിരിക്കും സാറിൻ്റെ തോട്ട്സും സാർ ഷെയർ ചെയ്ത സ്റ്റോറീസും എല്ലാം. സോ താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. നമ്മുടെ എല്ലാവിധ ആശംസകളും സാറിന് നേരുന്നു. സോ സൈനിങ് ഓഫ് വിത്ത് അവർ ഡിയറസ്റ്റ് MLA ഓഫ് നിലമ്പൂർ, Mr. Aryadan Shaukat. That is MicroHealth Laboratories. MicroHealth Talks for Precious Life.
Welcome to Micro Health Talks, where we bring insightful discussion on all things health and wellness. In a world where one has to choose between being a doer or a dreamer, the guest of today has decided to be a doer of his dream. He's a person who can sit in a cozy room and write screenplay that wins national awards. But the same person who chooses to be in the daylight and the next day in the heat, fighting for the right of his people. Joining with us today is none other than the MLA of Nilambur, Mr. Aryadan Shaukat. Sir, welcome. Welcome to Micro Health Talks. Sir, ഖത്തറിലേക്ക് സ്വാഗതം, മൈക്രോ ഹെൽത്ത് ടോക്സിലേക്കും സ്വാഗതം. സർ, എനിക്ക് കുറേ അധികം കാര്യങ്ങൾ സാറോട് ചോദിക്കാനുണ്ട്. യു ആർ ദ വിഷണറി ലീഡർ of Kerala, of India, that we are so proud to have in our hot seat today. To begin with, sir, ഇതൊരു ഹെൽത്ത് ടോക്ക് ആയതുകൊണ്ട് നമുക്ക് സാറിൻ്റെ ഡയാലിസിസ് റെവല്യൂഷനെ കുറിച്ച് തന്നെ നമുക്ക് തുടങ്ങാം. സർ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇല്ല, ഞാൻ എൻ്റെ നാട്ടിൽ നിലമ്പൂർ, ഞാനത് മുനിസിപ്പൽ ചെയർമാനായിരുന്ന സമയത്ത് ഈ ഡയാലിസിസ് പേഷ്യൻസ് ഒക്കെ നിലമ്പൂർ ഡയാലിസിസ് സെൻറ്റർ ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി പുറത്തേക്ക് പോകും. അപ്പോൾ ഇവരെ നിലമ്പൂരിൽ തന്നെ ഒരു ഡയാലിസിസ് സെൻറ്റർ വേണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങി. ഇറ്റ് വാസ് 2013-14 ആ ഇയറിൽ. അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു, ഇനിയിപ്പോൾ ഇവിടെ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആളുകൾക്ക് പുറത്തു പോകണ്ടല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മെഷീനൊക്കെ വെച്ച് തുടങ്ങി. പിന്നെ ഞങ്ങൾ മെഷീൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു, കാരണം എല്ലാവരും ഇവിടെ ചെയ്യാം. പിന്നെ ഷിഫ്റ്റ് എണ്ണം വർദ്ധിപ്പിച്ചു, 4 ഷിഫ്റ്റും ചെയ്തു, 25 മെഷീനായി. പക്ഷേ വീണ്ടും ആളുകൾ എണ്ണം വർദ്ധിക്കുന്നു, ക്യൂവിൽ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് എൻ്റെ നാട്ടിൽ 6 ഡയാലിസിസ് സെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ 5 ഡയാലിസിസ് സെൻറ്ററും 4 ഷിഫ്റ്റും വർക്ക് ചെയ്യുകയാണ്. പക്ഷേ ഇന്നും 600-നും 700-നും ഇടയിൽ ആളുകൾ, ഇൻ ബിറ്റ്വീൻ 600 and 700 ആളുകൾ, ദേ ആർ ഗോയിങ് ടു മഞ്ചേരി അല്ലെങ്കിൽ കാലിക്കറ്റ് ഫോർ ദ ഡയാലിസിസ് ആൻഡ് ഓൾ. അപ്പോൾ ഞാനിതിങ്ങനെ കാണുവാണ്, കാരണം ഒരു 10-12 വർഷം മുൻപ് നിലമ്പൂർ ഒരു ഡയാലിസിസ് സെൻറ്റർ, 12 വർഷത്തിന് ശേഷം 6 ഡയാലിസിസ് സെൻറ്ററും ഇത്രയധികം മെഷീൻസും, മാത്രമല്ല ഇത്രയധികം ഷിഫ്റ്റും വർക്ക് ചെയ്തിട്ടും ഈ 600-ലധികം ആളുകൾ നിലമ്പൂരിൽ നിന്ന് പുറത്തു പോയ ഡയാലിസിസിന് വേണ്ടി. അപ്പോൾ ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ എൻ്റെ നാട് ആവശ്യപ്പെടുന്നത് എല്ലാ വാർഡ് ബേസിസിലും ഡയാലിസിസ് സെൻറ്റർ വേണമെന്നുള്ളതായിരിക്കും. എങ്ങനെയാണ് നമ്മളിത് ഇതിന് സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് മാത്രം പോരല്ലോ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഇങ്ങനെ ഇത്രമാത്രം? ഈ കുറഞ്ഞ കാലം കൊണ്ട്, ഒരു 20 years കൊണ്ട് ഇത്രമാത്രം രോഗികളുടെ വർധനവുണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ മാത്രമല്ല, ഇത് ഡയാലിസിസിൻ്റെ മാത്രം. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് ആണ് ഞാൻ പഠിച്ചത്. ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ നിലമ്പൂരിൽ നിന്ന് ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ ആ ട്രെയിനിൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ പോലും ഞാൻ കണ്ടിരുന്നില്ല. കാരണം RCCയിലേക്ക് പോകുന്ന ട്രിവാൻഡ്രം RCCയിലേക്ക്. പക്ഷേ ഇന്ന് നിലമ്പൂരിൽ നിന്ന് ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിൻ രാജ്യറാണി എക്സ്പ്രസ്, അതിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്ന ക്യാൻസർ രോഗി, എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ക്യാൻസർ രോഗി, എൻ്റെ നേരെ മുൻപിലിരിക്കുന്ന ക്യാൻസർ രോഗി, ഒരു 10-15% ക്യാൻസർ രോഗികളെയും കൊണ്ടുപോകുന്ന ഒരു ട്രെയിനായി ഞങ്ങളുടെ ട്രെയിൻ മാറിയിരിക്കുക. അപ്പം ഞാൻ അവിടെ ആലോചിക്കുന്നത്, അപ്പോൾ ഒരു 10-15 വർഷം കഴിഞ്ഞാൽ എൻ്റെ നാട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ക്യാൻസർ രോഗികൾക്ക് മാത്രം ഒരു ട്രെയിൻ, സെപ്പറേറ്റ് ട്രെയിൻ വേണമെന്നതായിരിക്കും. എങ്ങനെ നമുക്കിതിനെ തടയാൻ വേണ്ടി സാധിക്കും? അതിനുള്ള ഒരു വലിയ മാർഗം നമ്മൾ കണ്ടേ പറ്റൂ എന്നതാണ്. കാരണം ഈ രോഗം വരുന്ന വഴികളെ തടയാനുള്ള യാതൊരുവിധ പ്രക്രിയയും, മാത്രമല്ല അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അവബോധവും വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വേണ്ടത്ര ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒന്നാലോചിച്ച് നോക്കുക, വല്ലാത്ത രോഗാതുരമായൊരവസ്ഥയല്ലേ. തീർച്ചയായിട്ടും. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അതുപോലെ തന്നെ ന്യൂറോ സർജറി, ക്യാൻസറിന് വേണ്ടിയുള്ള സർജറി,
അപ്പോൾ ഇത് ഓരോ പഞ്ചായത്തുകളിലും ക്രൗഡ് ഫണ്ടിങ് ഒരു മാസം തന്നെ 4, 5, 10 പ്രാവശ്യം ആളുകൾ ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി കാത്തിരിക്കുക. കാരണം സാധാരണക്കാരനെ കൊണ്ട് കഴിയില്ല. കാരണം പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിൽ മിനിമം 30 lakhs വേണം, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിൽ 40 to 50 lakhs വേണം. അപ്പോൾ ഇത് സാധാരണക്കാരന് ഇത് അസുഖം വന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ലഭിക്കുന്ന എന്താ? ഒരു സപ്പോർട്ടും ലഭിക്കുന്നില്ല. പരമാവധി കിട്ടുക 30,000 രൂപ, അല്ലെങ്കിൽ മാക്സിമം കിട്ടുക 1 lakh rupees ഒക്കെ എത്രയാണ് കിട്ടുക. പക്ഷേ ഇവർക്ക് വേണ്ടത് എത്രയാണ്? 30 lakhs, 40 lakhs, 50 lakhs. അപ്പോൾ അതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ അടുത്ത് പോയി നമ്മൾ കയ്യും കാലും പിടിക്കുകയാണ്. ജനപ്രതിനിധികൾക്ക് വരെ ഞങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചു വരുത്തേണ്ട സ്ഥിതിയാണ്. അവരുടെ ഡേറ്റിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് എന്തോ ഒരു വല്ലാത്ത നിസ്സഹായാവസ്ഥയാണ്. ബിരിയാണി ചലഞ്ചുകളില്ലെങ്കിൽ ഇന്ന് നാട്ടിൽ ശുശ്രൂഷ നടക്കാത്ത ഒരവസ്ഥാവിശേഷം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് അതിജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. ഇപ്പോൾ ശൈലി എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. ആ ശൈലി എന്ന പ്രോഗ്രാമിൽ ഇവർ ഇതേപോലെ ഈ പ്രിവെൻഷനാണ് ഉദ്ദേശിക്കുന്നത്. രോഗം വരുന്നതിനെ പിന്നെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. പക്ഷെ അതും വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. സ്ക്രീനിങ് വേണ്ടത്ര നടത്താൻ കഴിയുന്നില്ല. സർവേ ഒക്കെ നടത്താൻ പറ്റുന്നുണ്ട്, പക്ഷേ സ്ക്രീനിങ് വേണ്ടത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിന് ഒരു കൃത്യമായ ബോധവൽക്കരണവും അവബോധവും ആളുകളുടെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് എവിടെ ചെന്നെത്തുമെന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ കഴിയാത്തൊരവസ്ഥ വിശേഷം. ഇപ്പം തന്നെ അറിയാലോ, ഇപ്പോൾ ഒരു ക്യാൻസർ രോഗി, പണ്ടൊക്കെ നമുക്കൊരു ക്യാൻസർ രോഗിയെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായിരുന്നില്ലേ. ഇപ്പം എന്താ സ്ഥിതി? ജലദോഷം പിടിച്ച പോലെ എനിക്കും ക്യാൻസറാണ്, അവനും ക്യാൻസറാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറി. ഭയങ്കരമായിട്ട്. കാരണം കോമൺ ആണ്. നമ്പേഴ്സ് കൂടിയപ്പോൾ ഇത് കോമൺ. എല്ലാവരുടെ അയൽവക്കത്തും ക്യാൻസർ രോഗികളായി, എല്ലാവരുടെ വീട്ടിലും ക്യാൻസർ രോഗികളായി എന്ന് പറയുന്നൊരവസ്ഥ. അതേപോലെ തന്നെ സ്ട്രോക്കും ഈ പറയുന്ന കാർഡിയാക് അറസ്റ്റും അതേപോലെ ഹൃദ്രോഗാവസ്ഥയൊക്കെ. ഈ 30 വയസ്സ് 35 വയസ്സൊക്കെ ആകുമ്പോൾ കുഴഞ്ഞു വീണ് പിന്നെ മരിക്കുന്ന എത്ര ചെറുപ്പക്കാർ, എത്ര എണ്ണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുക എന്നത്, അതിനെ എങ്ങനെ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. അതിന് ഒക്കെയാണ് നിങ്ങളെപ്പോലത്തെ ഈ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ വലിയ പിന്തുണയും സഹായം വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം പോലും നമ്മൾ ആളുകളെ മാക്സിമം ബോധവൽക്കരിക്കാനും എങ്ങനെയാണ് വെൽനെസ് എങ്ങനെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനും പ്രൊവാക്റ്റീവായിട്ട് രോഗം വന്നതിന് ശേഷം നമ്മൾ ചികിത്സിക്കാൻ പോകാതെ രോഗം വരാതെ എങ്ങനെ നമുക്കിരിക്കാനുള്ളതാണ് നമ്മുടെ ഈ പോഡ്കാസ്റ്റിൻ്റെ തന്നെ ഉദ്ദേശം. തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്കും വേണ്ടത്. അതിനെന്താ അപ്പം എനിക്ക് തോന്നുന്നു അതിന് പറ്റിയ ഒരു ഇടത്തിലാണ് ഇപ്പം ഞാൻ വന്നെത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞുള്ളത്? ഇപ്പം സാർ പറയുകയുണ്ടല്ലോ, അതായത് അവയർനെസ്സിൻ്റെ ബോധവൽക്കരണത്തിൻ്റെ ഒരു കുറവാണ്. ഒരു പക്ഷേ അതായിരിക്കാം, അല്ലെങ്കിൽ ആളുകൾക്ക് അറിയാം എങ്കിൽ പോലും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊരു കാര്യത്തിനെക്കുറിച്ച് ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റെവല്യൂഷൻ എന്ന രീതിയിൽ സാർ അല്ലെങ്കിൽ എവിടെ തുടങ്ങണം എന്നാണ് കരുതുന്നത്? ലൈക്ക് ഈ പ്രിവെൻറ്റീവ് മെഡിസിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ രോഗം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ആളുകളിലേക്ക് എത്തിക്കാനും ഒരു അവബോധം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ സാർ എന്തായിരിക്കും ബെസ്റ്റ് എന്ന് കരുതുന്നത്? അല്ല, പ്രധാനമായിട്ടും നമുക്കറിയാലോ, നമുക്ക് 3-4 കാരണങ്ങൾ ഇതിൽ പ്രധാനമായിട്ട്. ഒന്ന് നമ്മുടെ ഫുഡ് ഹാബിറ്റ്, തീർച്ചയായിട്ടും. 2 ലാക്ക് ഓഫ് എക്സസൈസ്, 3 നമ്മുടെ സ്ട്രെസ്. ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉള്ള 3 കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട്. മറ്റേത് പൈതൃകമായി ജനറ്റിക്കലായിട്ട് വരുന്നത് ഉണ്ട്, ഇല്ല നമ്മൾ പറയുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒന്ന് നമുക്ക് പിന്നെ ഈ പുതിയ കടകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഭക്ഷണശാലകൾ. ഈ ഭക്ഷണശാലകളിലൊക്കെ എണ്ണക്കടികൾ അല്ലേ, മലബാർ എണ്ണക്കടികൾ, ഭയങ്കര രുചിയുള്ള മലബാർ എണ്ണക്കടികൾ കഴിച്ചോട്ടെ. പക്ഷേ
നമുക്ക് അതേപോലെ തന്നെ സ്റ്റീമിൽ ചെയ്യാൻ പറ്റുന്ന എത്രയോ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ എലൈഡ എന്നൊക്കെ പറയുന്ന സാധനം, മോമോസ് ഉണ്ട്, അതേപോലെ സാൻഡ്വിച്ചസ് ഉണ്ട്, ബർഗേഴ്സ് ഉണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഈ ഭയങ്കരമായിട്ട് ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ മലപ്പുറത്തൊക്കെ നമ്മളൊരു 10 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഒരു 15 കടകളെങ്കിലും, നിങ്ങൾ സൽക്കാരപ്രിയരും കൂടെ ആണല്ലോ മലപ്പുറംകാര്, 15 കടകളെങ്കിലും കാണും. പിന്നെ മാത്രമല്ല, അപ്പം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന എവിടെയാണ്, അതിനെക്കുറിച്ച് കൃത്യമായൊരു അവബോധം ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നത് തന്നെയാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ കുറഞ്ഞു. എങ്ങോട്ട് മൂവ് ചെയ്യേണ്ട കാര്യമില്ല. സെഡൻറ്ററി ലൈഫാണ്, ഇരുന്ന് വർക്ക് ചെയ്യുന്നത്, ഇരുന്ന് വർക്ക് ചെയ്യാം, വർക്ക് ഫ്രം ഹോമാണ്. എല്ലാം ഫിംഗർ ടിപ്പിലുണ്ട്. എല്ലാം ഫിംഗർ ടിപ്പിലുണ്ട്. സിനിമ കാണാൻ തിയേറ്ററിൽ പോകണ്ട, സാധനം വാങ്ങാൻ കടയിൽ പോകണ്ട, ഭക്ഷണം വാങ്ങാൻ കഴിക്കാൻ ഹോട്ടലിൽ പോകണ്ട, ഒക്കെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൂവ്മെൻറ്റ്സ് കുറഞ്ഞു. മൂവ്മെൻറ്റ്സ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് ബോധപൂർവം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ ഉണ്ടാക്കണം. ഫോഴ്സ്ഫുള്ളി ഉണ്ടാക്കുന്നിടത്താണ് നമ്മുടെ ഈ എക്സസൈസ് എന്ന് പറയുന്ന സാധനം വരേണ്ടത്. പക്ഷേ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ്? വ്യായാമം ചെയ്യാൻ പോകുന്നത് അസുഖം വന്നിട്ടാണ്. അസുഖം വന്നാൽ ഞാൻ നടക്കാൻ പോകും, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ നീ ഇത്ര നടക്കണം, രാവിലെ ഇത്ര. അപ്പോൾ അതിന് മുൻപേ, ഈ രോഗം വരുന്നതിന് മുൻപേ നമുക്ക് ഈ കാര്യങ്ങളെ നമ്മളെ പ്രേരിപ്പിക്കാൻ, ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അതിനുള്ള ഒരു ജീവിത ശൈലി നമ്മൾ രൂപപ്പെടുത്തണം. അതിന് കുടുംബം വിചാരിക്കണം, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വരണം, സർക്കാർ വിചാരിക്കണം, പൊതുവായ അവബോധം ഉണ്ടാവണം. മാത്രമല്ല, ഇപ്പം നമുക്ക് തന്നെ അറിയാലോ, നമ്മുടെ നാട്ടിൽ പിന്നെ ഏറ്റവും കേരളം ആണ് ഈ ഇന്ത്യയിലുണ്ടാക്കുന്ന മെഡിസിൻ്റെ 20% കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ്. നമ്മുടെ ജനസംഖ്യയിൽ 4% പോലും ഇല്ലാത്ത കേരളം. ഭയങ്കര അലാമിങ് അല്ലേ? ഇനി അതുമാത്രമല്ല, ഈ പറയുന്ന വിദേശ കമ്പനികൾ ഹോസ്പിറ്റലുകൾ വാങ്ങാൻ ധൃതി വെച്ച് വരുന്നതും കേരളത്തിലേക്കാണ്. കാരണം കേരളത്തിൻ്റെ ലൈഫ് സ്പാൻ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. അപ്പം ലൈഫ് സ്പാൻ കൂടുമ്പോൾ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കും. വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ എന്തായാലും രോഗാതുരമായ അവസ്ഥ കൂടിക്കൊണ്ടിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ സ്കോപ്പ് കൃത്യമായിട്ട് അത് എങ്ങനെ അത് സാമ്പത്തികമായിട്ട് നമുക്ക് വരുമാനമാർഗമാക്കാൻ, റവന്യൂ ആക്കി മാറ്റാം എന്നതാണ് ഇൻവെസ്റ്റേഴ്സ് ആലോചിക്കുന്നത്. അപ്പോൾ പല വിദേശ കമ്പനികളും ഹോസ്പിറ്റലുകൾ വന്ന് വിലയ്ക്ക് വാങ്ങുന്നു, അതൊരു ഭാഗത്ത് നടക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഭാഗത്ത് രോഗങ്ങളെ ഉണ്ടാക്കുക എന്നത് പലരുടെയും ആവശ്യം ആണ്, ചികിത്സിക്കുക എന്നത്. പക്ഷെ രോഗം വരുന്ന വഴികളെ തടയുക എന്നതാണ് ഇന്ന് സമൂഹം ചിന്തിക്കേണ്ട, ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് എനിക്ക് തോന്നിയത്. ഓരോ പൗരൻ്റെയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൃത്യമായിട്ട് ആ രൂപത്തിലേക്കുള്ളൊരു അവബോധം ഉണ്ടാക്കിയെടുക്കാനുള്ള വലിയ ക്യാമ്പയിൻ. അതിനുള്ള ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ പ്രതിജ്ഞ ചെയ്ത് പിരിഞ്ഞാൽ പോരാ. നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഓയിലിൻ്റെ അളവ് നമ്മൾ കുറക്കാൻ നമ്മൾ തീരുമാനിക്കുക. ഇപ്പോൾ വേറൊരു സംഭവം, ഞാനൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ എൻ്റെ സുഹൃത്തിന് 4 സ്റ്റാർ ഹോട്ടലുണ്ട്. ആ 4 സ്റ്റാർ ഹോട്ടലിൽ അവനോട് ചോദിച്ചു, അവൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്കെങ്ങനെ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് മുതലാവുന്നത്? കാരണം 500 രൂപ കൊടുക്കണം 1 കിലോ വെളിച്ചെണ്ണയ്ക്ക്. അപ്പം അവനോട് വളരെ സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഉപയോഗിച്ച വെളിച്ചെണ്ണ 150 രൂപയ്ക്ക് ഞാൻ പുറത്തു കൊടുക്കും. ഇതാണ് പലരും വാങ്ങി ഉപയോഗിച്ച് റീയൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ ഒരു പക്ഷേ വിഷവാദം ഉണ്ടാവുമ്പോൾ അത് പത്രത്തിലും ടി വിയിലും ഒക്കെ വരും, ചാനൽ ചർച്ച വരുന്നു, അന്തി ചർച്ചകൾ ഉണ്ടാവുന്നു. അപ്പോൾ എല്ലാവരും റെസ്റ്റോറൻറ്റിലും റെയ്ഡ് നടക്കുന്നു, വലിയ വാർത്തകളാവുന്നു. അതോടുകൂടി അവസാനിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ ഒരു രീതി.
എന്തിനേയും സെൻസിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡായി കഴിഞ്ഞാൽ അപ്പോൾ അതിന് ഒരു ഇളക്കം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിട്ടു, പിന്നെ അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ നീങ്ങും. ഇത് വളരെ പിന്നെ എന്താ പറയുക. ഇനി വേറൊന്ന്, നെബാർഡിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ അവരുടെ ഒരു പഠനത്തിൽ പറയുന്നത്, കേരളത്തിലെ മിഡിൽ ക്ലാസ് അതേപോലെ തന്നെ ലോവർ ക്ലാസ് ആളുകളിൽ ഏറ്റവും ആളുകൾ പിന്നെ 90% ആളുകളും കടബാധ്യതരാണ്. അതിൻ്റെ പ്രധാന കാരണമായി അവർ പറയുന്നത് ഹെൽത്ത് പരിരക്ഷിക്കാൻ വേണ്ടി ചിലവാക്കുന്ന കാശാണ്. 2 എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കുന്ന കാശ്. അപ്പോൾ ഈ പിന്നെ അത്രമാത്രം ആളുകൾ ചികിത്സിക്കാൻ അവെയറാണ്. എത്ര മുടക്കിയാണെങ്കിലും ചികിത്സിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇത് വരുന്നതിനെ തടയാൻ, ചെറിയ ഒന്നും ചെലവഴിക്കാതെ ഇതിനെ വരുന്ന വഴികളെ തടയാൻ തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടേക്കാണ് നമുക്കൊരു കൃത്യമായ ഒരു വേണ്ടത്. നിങ്ങൾ ഈ രംഗത്ത് കുറേ പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അൽക്ക വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പല കമ്പനികളിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ.